സാഖ്യ ഫിലോസഫി കപില മഹർഷിയുടെ. സാഖ്യം എന്നാൽ ജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. അതേസമയം സംഖ്യ എന്ന പദത്തിൽ നിന്നാണ് ഈ പേര് വന്നേ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പുരുഷ, അതുകൂടാതെ 24 വ്യത്യസ്ത തത്വങ്ങൾ, അങ്ങനെ 25 തത്വങ്ങളെ പ്രതിപാദിക്കുന്നതിനാലാണ് സാഖ്യ എന്ന പേര് വന്നതെന്ന് പറയുന്നു. അതൊരു ഡോഗ്മാറ്റിക് അപ്രോച്ചാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ വശമായിട്ട് പതഞ്ജലിയുടെ യോഗ, പ്രപഞ്ച സത്യങ്ങളെ വിശ്ലേഷണം ചെയ്ത് വേറെ വേറെ എടുത്ത് നമ്മൾക്ക് സമ്മാനിക്കുന്നു സാഖ്യം. നമ്മൾ അനുഭവിക്കുന്ന ഈ ദ്വന്ദ്ഭാവം, വ്യത്യസ്ത രൂപത്തിലുള്ള പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെ ആ ഏകതയിലേക്ക്, ആ പരമസത്യത്തിലേക്ക് നയിക്കുന്നു യോഗ. വൈശേഷിക കണാദന്റെ വൈശേഷികത്തെ പരമാണുവാദം അഥവാ ദ്രവ്യത്തിന്റെ ചെറിയ കണത്തെ വിശദീകരിക്കുന്നു. പരമാണു, പദാർത്ഥം, ദ്രവ്യം, ഇതേ വിശകലനം ചെയ്യുന്ന വൈശേഷികം. ന്യായം, ഗൗതമ മഹർഷിയുടെ ന്യായം, ഇതിനെ അന്വേഷികി തർക്കത്തിലൂടെ ശാസ്ത്രീയമായ അനലൈസിങ്ങിലൂടെ സത്യത്തെ അന്വേഷിക്കുന്നതാണ് ന്യായം. അതിൽ നിന്നാണ് തർക്കശാസ്ത്രത്തിന്റെ ആ മെത്തേഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ഒരു വിഷയത്തെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ അനലൈസ് ചെയ്യണം, ഈ അനലൈസിങ്, ഈ അന്വേഷണം താൻ വിശ്വസിക്കുന്ന ഒരു വിഷയത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനല്ല, മറിച്ച് ബുദ്ധിപരമായി മെറ്റാഫിസിക്സിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു പാത തുറന്നു കൊടുക്കുകയാണ് തർക്കശാസ്ത്രം. അന്വേഷണത്തിൽ ഒരു നിഗമനത്തിലെത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സഹായത്താൽ മറ്റുള്ളവർ ഈ അന്വേഷണം തുടരുമ്പോൾ ഈ അന്വേഷകനും ഒരുമിച്ച് ആ സത്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. തൻ്റെ വിശ്വാസങ്ങളെ, തൻ്റെ കാഴ്ചപ്പാടുകളെ, താൻ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങളെ വീണ്ടും വീണ്ടും തർക്കശാസ്ത്രത്തിലൂടെ ശുദ്ധീകരിക്കാനും കൂടിയാണ് നമ്മുടെ ന്യായം സഹായിക്കുന്നത്. അല്ലാതെ തൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാനും ശരിയോ തെറ്റോ എന്ന് നോക്കാതെ താൻ മറ്റുള്ളവരിൽ ആധിപത്യം സ്ഥാപിച്ച് അതിൻ്റെ ഭൗതികമായ ഗുണങ്ങൾ അനുഭവിക്കാനോ അല്ല തർക്കശാസ്ത്രം. പൂർവ മീമാംസ, കർമ്മകാണ്ഡം, വേദത്തിന്റെ
ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ശ്രേയസ് സമൂഹത്തിന് എങ്ങനെ വരാം. ശ്രേയസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടെ ബൗദ്ധിക തലത്തിനനുസരിച്ചുള്ള ഭൗതിക ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. ബൗദ്ധിക തലത്തിനനുസരിച്ചുള്ള ഭൗതിക ആവശ്യങ്ങൾ, ബുദ്ധിപരമായ തലത്തിനനുസരിച്ചുള്ള according to the level of intellectual evolution, everyone need a certain level of material support. By accumulating and enjoying that certain level of material wealth, one has to balance his spiritual side and go through the evolution, the intellectual evolution. That is called Shreyas. The material wealth one needs in his life for a happy life will be different from other people's material wealth they need. Economical equality doesn't mean everyone should get the equal amount of material wealth. If everyone gets equal amount of money or material wealth every month or every year, doesn't mean everyone will be equally satisfied or happy. Because according to the intellectual evolution, one's necessity of the material wealth getting less and less. Highly evoluted human being need very less wealth, material wealth, for surviving and living happily. ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ സഹായിക്കണം, അത് മനുഷ്യന്റെ കടമയാണ്. വിശക്കുന്നവന് ഭക്ഷണം നൽകണം. അന്നദാനം മഹാദാനം. അന്നം എന്ന വാക്കിനർത്ഥം വെൽത്ത് എന്നും കൂടിയാണ്. അരി, ഭക്ഷണം, ദ്രവ്യം, വെൽത്ത്, ഇങ്ങനെയൊക്കെയുള്ള പല തലത്തിൽ നമുക്ക് അന്നത്തെ മനസ്സിലാക്കാം. നമ്മളൊരു സമൂഹത്തിന് നിരന്തരം അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. യമൻ എന്നൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു രാജ്യമാണ്. പണ്ട് കേരളത്തിലേക്ക് കറുത്ത പൊന്ന് തേടി വന്നവരാണ് യമനികൾ. സ്വർണവും മറ്റ് സമ്പത്തുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഉരുവുണ്ടാക്കി കറുത്ത പൊന്നും അതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങളും കയറ്റി പോയിരുന്നൊരു സമ്പന്ന കാലം യമനുണ്ടായിരുന്നു. പെട്രോളിന്റെ ഉത്ഭവത്തോടുകൂടി യമന്റെ അതിരുകളിലുള്ള പെട്രോളുകൾ ഊറ്റിയെടുത്തിരുന്ന സൗദി അറേബ്യ
കാലാകാലങ്ങളിൽ യമൻ രാജകുടുംബത്തിന് ചെറിയൊരു തുക കൊടുത്തുകൊണ്ടിരുന്നിരുന്നു. അന്നത്തെ കാലത്ത് വലിയൊരു തുകയായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? യമൻ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ പെട്രോളിയം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. പെട്രോളിയം ഖനനം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അത് സൗദി അറേബ്യയുടെ ഒരു തന്ത്രമായിരുന്നില്ല. സൗദി അറേബ്യയിൽ നിന്ന് ഈ പെട്രോളിയം ഊറ്റിക്കൊണ്ടുപോകുന്നവരുടെ തന്ത്രമായിരുന്നു. അവസാനം യമൻ ദാരിദ്ര്യത്തിലേക്ക് ചെന്നു. അപ്പൊ ഒരു വ്യക്തി വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. പക്ഷെ അതിലും വലുതല്ലേ ആ ഭക്ഷണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. That make him independent. If you feed someone regularly, he become dependent and weak. But if you educate the person how to earn the wealth and survive, that's greater dhanam than material dhanam. ആണോ? അങ്ങനെയാണോ? What do you think? So compared to educating someone to survive in this world, feeding is inferior charity. But when we are going higher in intellectual level, the amount of the wealth we need for survive and to be happy will be less and less. വളരെ കുറച്ച് സമ്പത്ത് കൊണ്ട് സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ മനുഷ്യന് സാധിക്കും. എങ്ങനെയാണെങ്കിൽ when we go higher in intellectual level. ഇന്റലക്ട് ഉണ്ടായാൽ മാത്രം പോരാ, അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള കഴിവും വേണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വലിയ ഹാർഡ് ഡിസ്ക് വെച്ച് നല്ല കപ്പാസിറ്റി കൂട്ടിയോണ്ട് കാര്യമില്ല. എന്നിട്ട് അതിൽ കുറെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടും കാര്യമില്ല. ഇത്രയും വലിയ മോഡേൺ ആയുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള റാം വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കൂടുതൽ പ്രോഗ്രാമുകൾ ഒരു ബർഡൻ ആയിരിക്കും. ഇത് തുറക്കുമ്പോഴേക്കും കമ്പ്യൂട്ടർ ഹാങ് ആവും. Then what we have to do? We have to increase the RAM of the computer. അതുപോലെ ഇന്റലക്ട് കൂടുന്തോറും കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും. എന്താണ് ലൈഫ്? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ലോകത്ത് സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്, ദാരിദ്ര്യ രാഷ്ട്രങ്ങളുണ്ട്. അവിടുത്തെ എക്കണോമി എങ്ങനെയാണ്? അവിടുത്തെ സ്വാതന്ത്ര്യം എങ്ങനെയാണ്? ധാരാളം ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. But it become burden and they suffer with the stress and anxiety and tension and confusion. So what we need? We have to increase our RAM. That is wisdom. If you are higher intellect, we need wisdom, enough wisdom to deal with the information we have because of our higher intellect. അപ്പോ ഒരു മനുഷ്യനെ ശരിയായ അറിവ്, ആത്മീയമായ അറിവ് കൊടുക്കുമ്പോഴേ we can balance between intellect and wisdom. If there is a imbalance in the ratio of the intellect and wisdom, we get distress, confusion and suffering. Only the true spiritual knowledge balance between this intellect and wisdom. ഇന്ന് നമുക്കറിയാം, എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആവുന്നോ അത്രത്തോളം അവൻ സ്ട്രെസ്ഡ് ആയിരിക്കും. കൊറോണ എന്ന് പറയുന്ന അതാണ് ഇതാണ്, ഇന്ന രീതിയിലൊക്കെ പരക്കുന്നു, തുമ്മുമ്പോൾ പറക്കുന്നു, അവിടെ തൊടുമ്പോൾ പരക്കുന്നു, ഇതൊക്കെ അറിഞ്ഞ് ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ
ഒരു മാസ്കും ഇല്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് കൊറോണ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്ത് കഴിയുന്നവരുണ്ടായിരിക്കും. അസുഖം പിടിപെടുന്നതും അധികവും ഇൻഫർമേഷൻ കൂടുതലുള്ളവർക്കായിരിക്കും. So giving the pure knowledge makes someone live happily in this world with less material wealth. He will be more happy. ലോക്ക്ഡൗൺ വരുന്നു, അയ്യോ ഭക്ഷണം ഇല്ലാണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിക്കുന്ന നേരം, ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ധാരാളം വായിക്കാം, വീട്ടുകാരായിട്ട് നമുക്ക് കൂടുതൽ ചെലവഴിക്കാം, ധ്യാനിക്കാം, യോഗ ചെയ്യാം, ലളിതമായി കഞ്ഞിയും ചമ്മന്തി കൂട്ടി സുഖമായിട്ട് വയറിന് സ്ട്രെയിൻ കൊടുക്കാതെ സുഖമായിട്ട് ജീവിക്കാം, നമുക്ക് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് കൂട്ടാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അയ്യോ ലോക്ക്ഡൗൺ ആയാൽ എങ്ങനെ ജീവിക്കുക എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന വ്യക്തികളുണ്ട്. സോ ഗിവിംഗ് ദ പ്യുവർ നോളേജ് is the highest charity. Material charity is the worst charity. I'm not telling it is bad. Charity is great, but compared to make someone capable to earn his livelihood or make someone to face the reality of the world are higher grade charity than material charity. ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് ഹെൽപ്പ് ചെയ്യുമ്പോഴും, ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് സമയാസമയത്ത് വായല് ഭക്ഷണം കൊടുക്കുമ്പോഴും, സ്പൂൺ ഫീഡിങ് ചെയ്യുമ്പോഴും, വാട്ട് ഈസ് ഹാപ്പനിങ്? വി ബിക്കം ഡിപ്പെൻഡന്റ്. So how to survive happily by balancing between material needs and spiritual needs is explaining in Purva Mimamsa, and Uttara Mimamsa is explaining what is ultimate truth. Sankhya philosophy is oldest among the 6 darshanas. Sankhya philosophy is explaining 24 principles, tattva, and the ultimate truth, Purusha. Purusha എന്ന പദം ഇവിടെ അർത്ഥമാക്കുന്നത് വേദാന്തത്തിൽ പറയുന്ന ബ്രഹ്മൻ അഥവാ അൾട്ടിമേറ്റ് ട്രൂത്ത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ the material world, the matter in its original form. Duality, non-dualistic approach is Vedanta. But when we say duality, normally it meant there is God and he created everything else. Duality. But here, Sankhya philosophy or Sankhya Darshanam is dualistic, not in the sense that God and its creatures, God and created world, not in that sense. രണ്ട് പ്രതിഭാസങ്ങൾ എന്നും നിലനിൽക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് പുരുഷ, ദ കോൺഷ്യസ്നസ്. അതർ വൺ ഈസ് പ്രകൃതി ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. വേദാന്തത്തിൽ ബ്രഹ്മനും മായയും, എന്നാൽ മായ
the meaning itself is illusion, but here it called Prakriti, which is different from Maya from the angle of Sankhya. തുടക്കത്തിൽ അത് രണ്ടും കോൺഫ്ലിക്റ്റ് ഉള്ളതുപോലെ തോന്നും. മായയും പ്രകൃതിയും കോൺഫ്ലിക്റ്റ് ഉള്ള പോലെ തോന്നും. ഒന്നെന്താണ് പറയുന്നത്? മായ is illusion, other one is existing. Prakriti is existing. But when we understand more and more, doesn't have much difference between. പിന്നെയും കൂടുതൽ അനലൈസ് ചെയ്യുമ്പോഴോ വീണ്ടും വ്യത്യാസം തോന്നാം. അത് നമ്മുടെ ബുദ്ധിയുടെ എവല്യൂഷൻ അനുസരിച്ചിരിക്കും. എന്തായാലും സാങ്ക്യ ഫിലോസഫി സത്യത്തിൽ ഒരു ദർശനം നമ്മൾ സമീപിക്കുമ്പോൾ വേറൊരു ദർശനമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വേദാന്തമൊക്കെ കേട്ടിട്ട് ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അപ്പൊ തന്നെ പറഞ്ഞു തരേണ്ടതൊരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കമ്പയർ ചെയ്തത്. പ്രകൃതി അതായത് ദ്രവ്യം, നമ്മൾ കാണുന്ന ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഒരു ഒറിജിനൽ ഫോമാണ് പ്രകൃതി. പുരുഷ കോൺഷ്യസ്നസ്, ഇത് രണ്ടും നിലനിൽക്കുന്ന ചില സത്യങ്ങളാണ്. ഈ പ്രകൃതി പുരുഷ സംഘാതം രണ്ടും വ്യത്യസ്ത ക്വാളിറ്റിയാണ്. ഇവ തമ്മിൽ ഒരു സംഘാതം ഉണ്ടാകുന്നു യാദൃശ്ചികമായി. അതിൽ പുരുഷ ഈസ് കോൺഷ്യസ്നസ്, ചൈതന്യം. But Prakriti is matter. It has no consciousness. It has no freedom. But in the presence of Purusha, Prakriti become a beautiful, colorful, attractive, enchanting world. Without Purusha, Prakriti is inertia. Even in Sankhya philosophy, it compares the Prakriti as a beautiful woman which doesn't appear in front of us in the absence of Purusha. In the presence of Purusha, this Prakriti appear as a beautiful, colorful, enchanting woman who dance beautifully. ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന, ആൾക്കാരെ മത്ത് പിടിപ്പിക്കുന്ന, ഭ്രാന്തമാക്കുന്ന രീതിയിൽ നൃത്തം ചെയ്യാൻ കഴിയുന്ന ഒരു സുന്ദരിയായി മാറുകയാണ് പ്രകൃതി. എപ്പോൾ? ഇൻ ദ പ്രസൻസ് ഓഫ് പുരുഷ. ഇൻ ദ ആബ്സെൻസ് ഓഫ് പുരുഷ, പ്രകൃതി cannot dance. It is not enchanting. It's not even visible. അങ്ങനെ പ്രകൃതി പുരുഷ സംഘാതം സംഭവിക്കുമ്പോൾ a mahat tattva emerge out. ഒരു മഹത് തത്വം, മഹത് എന്നാണ് അതിൽ ഉപയോഗിച്ചുള്ള ടെർമിനോളജി. മഹത്, എ ഗ്രേറ്റ് പ്രിൻസിപ്പിൾ. എന്താണ് ആ ഗ്രേറ്റ് പ്രിൻസിപ്പിൾ? ദ യൂണിവേഴ്സൽ കോസ്മിക് മൈൻഡ്. പ്രപഞ്ചത്തിന്റെ മനസ്. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് ദ മൈൻഡ്. Mind has limitation, but consciousness is without any limitation. It is beyond all the qualities and limitation. But when we say mind, it is limited. The mind of the cosmos emerged out. ഞാൻ എന്തോ ആണ്,
എന്നുള്ളൊരു തോന്നൽ വരാണ്. ഞാൻ ഒരു വലിയൊരു വ്യക്തി ആയിക്കോട്ടെ, എത്ര വലിയ വ്യക്തി ആയിക്കോട്ടെ, but I have a limitation. I am the Chief Minister of Kerala. I am very powerful. But outside Kerala, nothing. I am the Prime Minister of India. I am very powerful. All India is under my control. But when you go to America, nothing. I am the President of India. When you go to America, they will check you, even your dress, like a normal person. After checking, they, oh, sorry, you are the President of India. Sorry, we didn't recognize. Okay, you please go. അതുവരെ അവർ pretend ചെയ്യും എന്ത്? Oh, we didn't recognize you are a normal person. President of America, very powerful, is controlling all world. That is what they think. But they are controlled by another mafia, invisible mafia. And after 5 years or 10 years, they become, they cannot even drive themselves. Ex-president of US means they are in highly controlled by security force. Even they decide how he has to behave. സമൂഹത്തിൽ എങ്ങനെ ഒരു എക്സ് അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറണമെന്ന് പോലും പ്രോട്ടോകോൾ ഉണ്ട്. അവരുടെ സെക്യൂരിറ്റി അവരുടെ ഒരു പ്രൈഡാണ്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് മാർക്കറ്റിൽ പോകാൻ പോലും സാധിക്കില്ല. സോ in the material world, even if you are very powerful, it is limited. Cosmic mind is really great for us, but it is limited. But Purusha is beyond all these limitations. പ്രകൃതി പുരുഷ സംഘാതത്തിന്റെ ഫലമായി പ്രപഞ്ചത്തിന്റെ മനസ്സ് ആണ് ആദ്യം പുറത്തേക്ക് വന്നത്. അതിന് മനസ്സ് എന്നല്ല, മഹത് എന്നാണ് പറയുന്നത്. ആ മഹത് ഉത്ഭവിച്ചതിന്റെ ഭാഗമായി അതിൽ നിന്ന് ബുദ്ധി എന്ന് പറയുന്ന ഒന്ന് പുറത്തേക്ക് വന്നു. ഡിസ്ക്രിമിനേറ്റിംഗ് റീസണിങ് ഫാക്കൽറ്റി ഓഫ് ദ കോസ്മിക് വേൾഡ്. മഹത്ത് എന്ന ഒരു ആദ്യ സംഭവം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ബുദ്ധി എന്ന് പറയുന്ന മറ്റൊരു തത്വം വന്നു. കാരണം ഓൾറെഡി പ്രപഞ്ചം വന്നു. എ ടാഞ്ചിബിൾ വേൾഡ്, എവർ ചേഞ്ചിങ് വേൾഡ്. ടാഞ്ചിബിൾ വേൾഡ് അല്ല, ആ സ്റ്റേജിൽ ടാഞ്ചിബിൾ അല്ല നമ്മുടെ സെൻസുകൾക്ക്. അതേസമയം സംതിങ് ഈസ് എക്സ്പീരിയൻസബിൾ വേൾഡ് കെയിം. ഇറ്റ് ഇസ് എവർ ചേഞ്ചിങ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യണം. സോ ദ ബുദ്ധി came out. സോ ആദ്യമായിട്ട് വന്ന ഈ മഹത്, അതിൽ നിന്നാണ് പിന്നെ എല്ലാം ഉത്ഭവിച്ചത്. വേദാന്തത്തിലെ ബ്രഹ്മാവിന് തുല്യമാണത്. ബ്രഹ്മനല്ല, ബ്രഹ്മാവ്. ബ്രഹ്മനും ബ്രഹ്മാവും തമ്മിൽ പലർക്കും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ്, ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റർ എന്ന് പറയും. ആദ്യം വന്ന ഈ മഹത് വേദാന്തത്തിലെ ബ്രഹ്മാവിന് തുല്യമാണ്. അവിടുന്നാണ് പിന്നീടുള്ള ബാക്കിയുള്ളതെല്ലാം വരുന്നത്. ബുദ്ധി വന്നു, അഹങ്കാരം. ബുദ്ധി വന്നപ്പോൾ ഞാൻ എന്ന ഭാവം വന്നു. എനിക്കും ചുറ്റുമുള്ള കാര്യങ്ങളെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നിൽ നിന്ന് വ്യത്യസ്തമായത് കാണുന്നു. അപ്പോഴാണ് ഞാനെന്ന ഭാവം വരുന്നത്. ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല, അപ്പോൾ അവിടെ ഞാനെന്ന ഭാവമില്ല. ഒരു കൊച്ചു കുഞ്ഞ്, ഇൻഫാന്റിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ,
ഒരു മാസം പ്രായമാവാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒട്ടും ബോധേടല്ല. ആ കുട്ടിക്ക് ഈഗോ ഇല്ല. വിശക്കുമ്പോ കരയുന്നു, വിശപ്പില്ലെങ്കിൽ ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങുന്നു. അതിനപ്പുറം ഒരു ഈഗോ ഇല്ല. പക്ഷെ വിശപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭക്ഷണം വേണം എന്നുള്ളൊരു ചെറിയൊരു ഈഗോ ആണ്. അപ്പൊ ബുദ്ധിയിൽ നിന്ന് നമുക്ക് പുറത്തുള്ള ലോകത്തെയും നമ്മളെയും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ അഹങ്കാരം, ഞാനെന്ന ഭാവം വരുന്നു. നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരം അല്ല, അത് സൂപ്പർ ഈഗോ. ജീവൻ നിലനിൽക്കണമെങ്കിൽ അഹങ്കാരം വേണം, എന്നാലേ നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. മൃഗങ്ങൾക്കുണ്ട് അഹങ്കാരം, കൊച്ചു കുഞ്ഞിനുണ്ട് അഹങ്കാരം. ആ അഹങ്കാരം കൊണ്ടാണ് വിശക്കുന്നു എനിക്ക് പാല് തരൂ എന്ന് പറഞ്ഞ് കരയുന്നത്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അഹങ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ they are trying to survive in this world. So ahankara, the ego, came out from the buddhi. Then the manas came. ഞാനത് ഓർഡറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം, പേടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നോട്ട് നെറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ആ നോട്ടിൽ ഇത് ഉണ്ടായിരിക്കും. നെറ്റിൽ പോയി നോട്ട് പഠിക്കണം താല്പര്യമില്ലാത്തവർക്ക് എൻ്റെ ക്ലാസ് മാത്രം കേട്ടാൽ മതി. ഒട്ടും നിങ്ങൾ അതിനെപ്പറ്റി വറിയിടാവണ്ട. മനസ് എന്താണ്? മനസ്സ് the thinking faculty. What is happening behind our brain? The chemistry behind the brain is manas. Emotion, thinking. Brain is not mind actually, but the chemistry behind the brain. Chemistry behind the brain എന്ന് പറയുമ്പോൾ ബ്രെയിൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ് ഒന്നും കണക്കിലായി എടുക്കരുത്. Actually, the chemicals are not creating the thoughts or emotion, but this emotion and thoughts creating the hormones in our body in order to use these emotions and thoughts. സൈക്യാട്രിയിൽ വരുമ്പോൾ നേരെ മറിച്ചാ വരുന്നത്. ബോഡി ഈസ് producing the chemicals, hormones, and these chemicals are creating the emotions and thoughts, but it's other way. It's a big difference. You have to know that big difference between modern psychology, not modern psychology, modern psychiatry and the yoga psychology. Psychology and psychiatry is totally different. In എല്ലാ സൈക്യാട്രിസ്റ്റും സൈക്കോളജി ഡീൽ ചെയ്യും. സൈക്യാട്രിസ്റ്റുകൾ കൗൺസിലിംഗ് ചെയ്യുന്ന കാലാണ്. സൈക്കോളജിസ്റ്റുകൾ സൈക്യാട്രിക്ക് മരുന്ന് കൊടുക്കാറായില്ലേ, കാരണം അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. 3 വർഷം നിങ്ങൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ടെന്ന് കരുതാം. ഒരു 3 വർഷം ഡിഗ്രി എടുക്കാം സൈക്കോളജിയിൽ. അത് ബൈഹാർട്ട് പഠിച്ച് പരീക്ഷ എഴുതിയാലുണ്ടെങ്കിൽ എത്ര ശതമാനം മാർക്ക് വേണം പാസ്സാവാൻ? 35%. നാളൊരു യോഗ ടീച്ചർ പറഞ്ഞാണ്, കഴിഞ്ഞ ദിവസം ഞാൻ യോഗ എക്സാം എഴുതിയപ്പോൾ എനിക്ക് 50% മാർക്ക് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ തോറ്റു. 35% മാർക്ക് പോരെ സാധാരണയൊക്കെ പാസ്സാവാൻ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് 100% മാർക്കില്ലാതെ ഒരാളെ പാസ്സാക്കരുതെന്നാണ്, ഏത് വിഷയമായാലും. ഒരു ഡോക്ടർ എല്ലാം പഠിച്ചു, ഓപ്പറേഷൻ ചെയ്യാൻ പഠിച്ചു, തുന്നി കുത്താൻ പഠിച്ചില്ല. അന്നത്തെ ദിവസം ആബ്സെന്റ് ആയി. 40 ദിവസത്തെ ക്ലാസ്സിൽ ഒരു ദിവസം ആബ്സെന്റ് ആയി. അന്നാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് തുന്നി കുത്താൻ പഠിപ്പിച്ചത്. അത് മാത്രം പഠിച്ചില്ല. 99% മാർക്ക് കിട്ടി. ഓപ്പറേഷൻ ചെയ്യാൻ അറിയാം, രോഗം നിർണയിക്കാൻ അറിയാം, ശരീരം മുറിക്കാൻ അറിയാം, ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയാൻ അറിയാം. പക്ഷെ അവസാനം തുന്നി കുത്താൻ മാത്രം പഠിച്ചില്ല. സോ വാട്ട് വിൽ ബി ദ റിസൾട്ട്? ദ ഓപ്പറേഷൻ ഈസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യന്റ് ഈസ് ഡൈഡ് എന്നുള്ള സ്റ്റേജിലേക്ക് വരും. അതുപോലെ വലിയ അന്തരമുണ്ട് മോഡേൺ സൈക്കോളജിയും യോഗ സൈക്കോളജിയും തമ്മിൽ. ഈ അഹങ്കാരം, ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് മനസ്സിന്റെ കെമിസ്ട്രി വന്നത്. ആ മനസ്സിന്റെ
ആവശ്യങ്ങൾ നിറവേറ്റാൻ. എന്താ മനസ്സിന്റെ ആവശ്യം? മനസ്സിന് പുറത്തു നിന്നുള്ള ഇൻപുട്ട് കിട്ടണം, പുറത്ത് എന്തൊക്കെ നടക്കണമെന്ന് അറിയണം, എന്നിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷൻ എടുക്കാനാണ് മനസ്സിന്റെ ജോബ്. ബട്ട് മനസ് നീഡ് ഇൻഫർമേഷൻ ഫ്രം ഔട്ട്സൈഡ്. സോ ഇറ്റ് ക്രിയേറ്റഡ് ദ സെൻസസ്. ഇന്ദ്രിയങ്ങളെ ക്രിയേറ്റ് ചെയ്തു. എന്തിന്ദ്രിയങ്ങൾ? ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനം, ഇൻഫർമേഷൻ പുറത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻസുകൾ, 5 സെൻസസ്. എന്താ ഈ 5 സെൻസുകൾ? ആറാമതൊരു സെൻസ് ഉണ്ടോ? മനുഷ്യന് 5 സെൻസ് ഉണ്ട്. മൃഗങ്ങൾക്ക് ഈ 5 എണ്ണം അല്ലാതെ വേറെ സെൻസുകൾ ഉണ്ടോ? അഞ്ച് സെൻസുകൾ എന്തുകൊണ്ടെന്നാൽ പഞ്ചഭൂതങ്ങളാലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ 5 സെൻസുകൾ 5 ഭൂതങ്ങളാൽ നിർമ്മിതങ്ങളാണ്. ഭൂതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് എലമെന്റ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ 5 ഭൂതപ്രേത പിശാചുകൾ എന്നൊന്നും ചിന്തിക്കരുത്. ഭൂതം മീൻസ് ബേസിക് എലമെന്റ്. ഈ ഭൂതമാണ് നമ്മുടെ അസുഖങ്ങൾ വരുമ്പോൾ, വൈറസ് ബാധ ഏൽക്കുമ്പോൾ ആയുർവേദത്തിൽ ഭൂതബാധ എന്ന് പറയുന്നത്. എന്താ ഭൂതബാധ എന്ന് പറയുന്ന വൈറസ് അറ്റാക്കിന്? കൊറോണ ഇസ് എ ഭൂതബാധ ആയുർവേദ പ്രകാരം. ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലക്ച്വൽസ് പറയും, കണ്ടില്ലേ മണ്ടന്മാര്, ഭൂതഭേദ പിശാചുകൾ ബാധിച്ചതാണെന്നാണ് ഈ ആയുർവേദം പറയുന്നതെന്ന് ആര് പറയും? സംസ്കൃതം വേണ്ട വിധത്തിൽ പഠിക്കാത്ത ആയുർവേദ ഭിഷഗ്വരന്മാരും ആയുർവേദ ഡിഗ്രി ഉള്ളവരും അങ്ങനെ പറയും. പക്ഷെ ഭൂതബാധ എന്താണ്? ഭൂതം, പഞ്ചഭൂതം. പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് നോ ലൈഫ്. ലൈഫ് വരുമ്പോഴോ അതിന്റെ ക്വാളിറ്റി മാറി. വാട്ട് ഈസ് വൈറസ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ മാറ്റർ ആൻഡ് ദ ലൈഫ്. ലൈഫിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ജീവനുള്ളവയിലേക്ക് പ്രവേശിച്ച് അതിനെ തകരാറാക്കാൻ സാധിക്കുന്നതും കൂടിയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് വൈറസ് ബാധിക്കില്ലേ? ആ വൈറസ് എന്ന് പറയുന്നത് എന്താ? ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ അത് ഒരു സ്വന്തമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല അതിന്. അത് വേറൊരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ കയറി പറ്റിയിട്ട് അത് അതിനെ ഡാമേജ് ചെയ്യുന്നത്. ഈ വൈറസ് എന്ന് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ വരാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ലൈഫിലേക്കുള്ള എവല്യൂഷന്റെ ഇടയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് വൈറസിനെ ഭൂതം എന്ന് അവിടെ വിശേഷിക്കുന്നത്. നേരിട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര തലവേദനയാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വിധത്തിൽ അതിനെ പിടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ, നശിപ്പിക്കുമ്പോഴേക്കും അതിങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് വേറെ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരിക്കും നമ്മളെ ഒരു സിനിമയിലൊക്കെ ഒരു ഭൂതം എന്ന് പറയുമ്പോ എന്താ, ഇവിടെ നിന്ന് നോക്കുമ്പോ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ പുറകിൽ നിന്ന് വന്ന് തോണ്ടും, അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ഇപ്പുറത്തു നിന്ന് വന്ന് തോണ്ടും. അങ്ങനെയല്ലേ ഭൂതപ്രേത പിശാചികളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത്? അതേപോലെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വാക്സിൻ കണ്ടെത്തുമ്പോഴേക്കും അത് വേറെ രൂപത്തിൽ വരും. ഒറ്റ മാർഗമുള്ളൂ, ഇതിന്ന് അകന്ന് നിൽക്കുക. അതാണ് ഭൂതബാധ എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. ഈ 5 ഭൂതങ്ങളാൽ നിർമ്മിതമായ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 5 ഭൂതങ്ങളാൽ വേറെ വേറെ നിർമ്മിച്ചിട്ടുള്ള 5 ഇന്ദ്രിയങ്ങളാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് അറിവ് പുറത്തുനിന്ന് സ്വീകരിക്കുന്നതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 സെൻസ് ഓഫ് നോളേജ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഇംഗ്ലീഷ് സെൻസ് ഓഫ് നോളേജ്. നമുക്ക് അങ്ങോട്ട് കൊടുക്കുകയും വേണം. നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നതിനെ പറ്റി മാത്രമേ പറയുള്ളൂ, അങ്ങോട്ട് കൊടുക്കാറൊന്നുമില്ല. കിറ്റ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് നികുതി അടച്ചോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെ? അങ്ങോട്ട് കൊടുക്കണം. നികുതി അടച്ചാലേ അത് ഭരണകാര്യങ്ങൾക്കൊക്കെ ചെലവഴിച്ച് അതിന്റെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്ത് ബാക്കിയുള്ള ഒരു 20% പാലം പണിക്കും റോഡ് പണിക്കും കിറ്റിനും ഒക്കെ ചെലവാകുന്നത്. ഈ 20% നിന്ന് പുട്ടടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ചിലപ്പോൾ കുറച്ചേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ.
അപ്പൊ എത്ര രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്താലും നമുക്ക് 2 രൂപ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാം. 100 രൂപ കൊടുത്താലേ 2 രൂപ തിരിച്ചു കിട്ടുള്ളൂ. നമുക്ക് അങ്ങോട്ടും കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ സെൻസ് ഓഫ് ആക്ഷൻ. ജ്ഞാനേന്ദ്രിയ ആർ ദ സെൻസ് ഓഫ് നോളേജ്. കർമ്മേന്ദ്രിയ ഇസ് ദ സെൻസ് ഓഫ് ആക്ഷൻ. സ്പീച്ച് നമ്മൾ ചെവിയുടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചെവി കൂടെ കേൾക്കുന്നുണ്ടില്ലേ? ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ നാളെ വേറൊരാളോട് പറയണം. എൻ്റെ ഗുരുക്കന്മാർ അവരെ കനിവിന്റെ ഫലമായിട്ട് സംസാരിച്ചപ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ, ഈ സെൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന സംസാരം എന്നല്ല കേട്ടോ അർത്ഥം. സെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Because my Guru's grace, they were ready to communicate with us. So I gained some knowledge. Then it is my responsibility to communicate with you and share with you. പാദം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ശരീരം കൊണ്ട് ചെല്ലണം. ഇപ്പോ ഗാസയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ടിവിയുടെ മുന്നിൽ ചെന്നിരിക്കണം. അവിടേക്ക് എത്താനുള്ള നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാണ്. അവിടെ എത്തിയാലേ നമുക്ക് അവിടുത്തെ വിവരങ്ങൾ കിട്ടുള്ളൂ. ന്യൂസ് പേപ്പർ ഇതൊന്നും പോരാത്തതിന് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കുറെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ തൃപ്തിയായി, അയ്യോ അവിടെ അങ്ങനെ സംഭവിക്കുന്നു, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു, അവരിവരെ കൊല്ലുന്നു, ഇവരവരെ കൊല്ലുന്നു. പക്ഷെ ചിലവർക്ക് തൃപ്തിയാവില്ല. നമുക്ക് അവിടെ തന്നെ കുറേയും കൂടി നേരിട്ട് പോകണം. ഞാനൊരു 10 വർഷം മുമ്പ് പോയി. പാലസ്തീനിലും പോയി, ഇസ്രായേലിലും പോയി. ദാറ്റ് ഡിസയർ ടു മൂവ്, അതാണ് പാദം. പിന്നീട് ആ ഡിസയർ ടു മൂവിനെ ആ പദം നമുക്ക് നമ്മുടെ കാലിന് കൊടുത്തു. അങ്ങനെ പാദം എന്നുള്ള പേര് വന്നു. പാണി, ഡിസയർ ടു അക്വയർ. നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്ന എന്തുകൊണ്ടോ? യു ഹാഡ് എ ഡിസയർ ടു അക്വയർ ദ നോളജ് ഓഫ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ യോഗ ബൈ IYA. ആ നോളജ് ആണോ സർട്ടിഫിക്കറ്റ് ആണോ, ഏതോ ഒന്ന് യു ഡിസയർ. ദാറ്റ് ഡിസയർ ടു അക്വയർ, either acquire a certificate or acquire a knowledge. നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ ആവശ്യമില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും കളയും, ഇല്ലേ? ഇതൊക്കെ ക്ലാസ് കഴിയുമ്പോൾ പരീക്ഷയോട് അടുക്കുമ്പോൾ നിങ്ങൾ ഒരു ഭയങ്കര ഹറി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് സ്റ്റഡിയും ഒക്കെ വരും. അപ്പോ എന്തെങ്കിലും ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ വേറെ ആൾ അതൊന്നും പഠിക്കണ്ട, അത് പരീക്ഷയ്ക്ക് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് വേഗം എടുത്ത് കളയണം. മനസമാധാനം കിട്ടണമെങ്കിൽ കുറച്ച് നല്ല ചാരിറ്റി ഒക്കെ ചെയ്യണം. അത് യോഗയുടെ ഭാഗമാണ്. അത് പരീക്ഷയ്ക്ക് വരില്ല, അത് എടുത്ത് കളഞ്ഞേക്ക്, ചാരിറ്റി എടുത്ത് കളഞ്ഞേക്ക്. മനസമാധാനം വെച്ചാൽ എന്താ? അതിന്റെ ഡെഫിനിഷൻ എന്താ യോഗയിൽ പറഞ്ഞത്? അത് പരീക്ഷയ്ക്ക് വരില്ല, ആ മനസമാധാനം എടുത്ത് കളഞ്ഞേക്ക്. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് കളയണം. ആ കളയാനുള്ള നമ്മുടെ ഒരു കഴിവുണ്ടല്ലോ. ചിലവർക്ക് കളയേണ്ടത് സമാധാനക്കേടാണെങ്കിൽ ചിലവർക്ക് കളയേണ്ടത് സമാധാനമായിരിക്കാം. എന്തായാലും നമുക്ക് വേണ്ടാന്ന് തോന്നുന്നതിന് എടുത്ത് കളയാനുള്ള കഴിവിനെയാണ് എന്താണ് പറയാ? വായു. കർമ്മേന്ദ്രിയങ്ങളെ പറ്റി പറയണം. ഇതൊന്നും പഠിച്ചു വെക്കേണ്ടപ്പോ മനസ്സിലാക്കി വെച്ചാൽ മതി. പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യം കൂടും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. വായു നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് കളയാനും മനസ്സിലെ വേസ്റ്റുകൾ കളയാനും ഉള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ എന്താണ്? പാദം, പാണി, വായു. വേറൊന്നും. ഉപസ്ഥം. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ ആ ഡിസയർ. എന്തിനാ വേറെ തലമുറയെ സൃഷ്ടിക്കുന്നത്? എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും.
അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു തെറ്റായ മാനസികാവസ്ഥയാണ്. അതേസമയം നമുക്കൊരു സക്സസർ ഉണ്ടെങ്കിൽ നമ്മുടെ മരണഭയം കുറയും. മക്കളില്ലാത്തവര് അവസാനമാകുമ്പോൾ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ വരും. തൻ്റെ സ്വത്ത് ആർക്കോ പോകും എന്നുള്ളൊരു ഉപബോധ മനസ്സിലുണ്ടാവുന്ന. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്കിത് മുഴുവൻ ചെലവഴിച്ച് തീർക്കണം. ഒരു 70 വയസ്സുകൊണ്ട് ഇത് ചെലവഴിച്ച് തീർക്കണം. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കൂടി ജീവിച്ചാലോ പട്ടിണി കിടക്കേണ്ടവരില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മുഴുവൻ ചെലവഴിക്കരുത്. ഇനി മുഴുവൻ ചെലവഴിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് 70 വയസ്സാകുമ്പോ തട്ടിപ്പോയാലോ? ആ പൈസ വേസ്റ്റ് ആയി പോവില്ലേ? ഭയങ്കര ടെൻഷനാ മക്കളില്ലാത്തവർക്ക്. ഉപബോധ മനസ്സിലാണ്. We may not notice that. If you really observe the people without children, if they are not spiritual people, they have lot of stress from that. അതേസമയം മക്കളുണ്ടെങ്കിൽ അവർ സ്പിരിച്വൽ ആയിക്കോട്ടെ മെറ്റീരിയലിസ്റ്റിക് ആയിക്കോട്ടെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ പറയാണെന്ന് കരുതുക, ഒരു ഓപ്പറേഷൻ നടത്തണം, 5 ലക്ഷം രൂപ ചെലവ് വരും. സക്സസ് 90% സക്സസ് ഉണ്ടായിരിക്കും ഈ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ 5 ലക്ഷം രൂപ ചെലവുണ്ട്. വേഗം സാധാരണഗതിയിലുള്ള മാനസികമായി നോർമൽ ആയിട്ടുള്ള വയസ്സായവരാണെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവർ പറയും വേണ്ട, വെറുതെ പൈസ ഒന്നും ചെലവാക്കണ്ട, ആലോചിച്ചിട്ട് മതി. അപ്പൊ മക്കൾ പറയും എന്തിനതൊക്കെ എടുത്തു വെച്ചിട്ട്, ഒരു ആവശ്യത്തിനല്ല പൈസ ഉപയോഗിക്കണ്ടേ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നില്ല, അവർ അവരെ മക്കളിലൂടെ ജീവിക്കുന്നു. ഉപബോധം മനസ്സിലുണ്ടാവുന്ന ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ആണത്. അതേസമയം ലോകത്തുള്ളവരെല്ലാം എൻ്റെ ബന്ധുക്കൾ എന്ന് കരുതുന്ന തലത്തിലേക്ക് അവന്റെ ഇന്റലക്ട് വളർന്നിട്ടുണ്ടെങ്കിൽ, വിവേകം വളർന്നിട്ടുണ്ടെങ്കിൽ, ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടായിരിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1-2 മക്കളെ ഉണ്ടായിരിക്കുള്ളൂ നമ്മുടെ സക്സസർ. നമ്മൾ അവരിലൂടെയാണ് ജീവിക്കുന്നത്. ഒരു ശുദ്ധ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാവരും അവരുടെ സക്സസറാണ്. സന്യാസിമാർക്ക് മരണവായി ഇല്ലാത്തതിന് കാരണം അതാ. സോ അതാണ് ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ. നമ്മൾ ഈ പ്രപഞ്ചത്തിന് അങ്ങോട്ട് നൽകുന്നത് കർമ്മേന്ദ്രിയങ്ങളിൽ കൂടെയും പ്രപഞ്ചത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് ജ്ഞാനേന്ദ്രിയത്തിൽ കൂടെയാണ്. 5 തന്മാത്രകൾ. എന്താണ് തന്മാത്രകൾ? പഞ്ചഭൂതങ്ങൾ. ഏതവസ്ഥയിൽ? സൂക്ഷ്മമായ അവസ്ഥയിൽ. നമ്മുടെ മനസ്സൊക്കെ ഉണ്ടാക്കിയത് ഈ തന്മാത്രാവസ്ഥയിലുള്ള പഞ്ചഭൂതങ്ങളാലാണ്. പിന്നീടോ മഹാഭൂതങ്ങൾ. മഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രോസിഫിക്കേഷൻ കഴിഞ്ഞ, പഞ്ചീകരണം കഴിഞ്ഞ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചീകരണത്തിലൂടെ കടന്നുപോയ വസ്തുക്കളെ, പഞ്ചഭൂതങ്ങളെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുള്ളൂ. മനസ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം നമ്മുടെ ശരീരം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും മരിക്കുന്നേക്കാൾ മുമ്പ്. മക്കൾ അച്ഛനമ്മമാരോട് നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ പറയുള്ളൂ കേട്ടാ. ഒരു ചൊല്ലില്ലേ, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വർഷം ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും, ഭാര്യ കേട്ടുകൊണ്ടിരിക്കും. 2ാമത്തെ വർഷം ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കും, ഭർത്താവ് കേട്ടുകൊണ്ടിരിക്കും. 3ാമത്തെ വർഷം മുതൽ ഭാര്യയും ഭർത്താവും പറഞ്ഞുകൊണ്ടിരിക്കും, അയൽക്കാർ കേട്ടുകൊണ്ടിരിക്കും. ഈ 3ാമത്തെ വർഷം തൊട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല എന്നാണ്. എങ്ങനെയാ മനസ്സിലാവുക? തന്മാത്രകളാലാണ് മനസ്സുണ്ടാക്കിയിട്ടുള്ളത്. ഈ മനസ്സ് നമുക്ക് നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെയാണ് നമ്മൾ
നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമ്മളെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? നെവർ പോസിബിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് നമ്മുടെ മനസ്സ് വേണമെങ്കിൽ മനസ്സിലാക്കാം. വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ അത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല, പിന്നെയാണ് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഞ്ചമഹാഭൂതങ്ങൾ ഇത്രയും ചേരുമ്പോൾ 25 കാര്യങ്ങൾ സാങ്ക്യ ഫിലോസഫിയിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അതാണ് സാങ്ക്യ ഫിലോസഫി. ഈ 25 തത്വങ്ങളാണ് അവിടെ പറയുന്നത്. ഈ സാങ്ക്യ ഫിലോസഫി യോഗയെ മാത്രമല്ല സ്വാധീനിച്ചിട്ടുള്ളത്, ബുദ്ധിസത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ബുദ്ധിസം നാസ്തിക ദർശനായിട്ടാണ് കരുതുന്നത്. ആരാണ് കരുതുന്നത്? ബുദ്ധനല്ല. ബുദ്ധന് ശേഷം വന്ന ബുദ്ധന്റെ ശിഷ്യര് കരുതി ബുദ്ധൻ പറഞ്ഞതൊക്കെ വേറെന്തോ ആണ്, സംസ്കൃതത്തിൽ പറഞ്ഞുള്ള വേദത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അവർ കരുതി. ഓഷോനെ കുറിച്ചൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല രസകരമായ ഒരു കഥയാണ്. ഓഷോ എപ്പോഴും എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ വളരെ പ്രശസ്തനായിരുന്നു. നമുക്ക് പെട്ടെന്ന് പ്രശസ്തനാവാൻ ഏറ്റവും എളുപ്പമുള്ളത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ അതിന് പ്രതികൂലമായിട്ട് പ്രതികരിച്ചാൽ മതി. ഇപ്പൊ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു കള്ളനെ കുറിച്ച് അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. അതേസമയം നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടും. ഗാന്ധിജിയുടെ ചെറുപ്പകാലത്തെ അല്ലെങ്കിൽ ഗാന്ധിജി ജീവിച്ചിരുന്നപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കള്ളത്തരം എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് വാർത്തയാവും. അപ്പൊ അതുപോലെ ഓഷോ വളരെ ഫേമസ് ആയിരുന്നു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ തന്നെ. ഓഷോ ഒന്ന് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു ഇസ്ലാം മതത്തെ. അങ്ങനെ പിന്നെ ഓഷോ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫസർ യാത്രക്കിടയിൽ ഒരു ടൗണിൽ ചെന്നപ്പോ അവിടെ ഒരു ന്യൂസ് കേട്ടു, ഓഷോന്റെ പ്രഭാഷണം. എന്തിനെ കുറിച്ചാണ്? മുഹമ്മദ് നബിയെ കുറിച്ച് ഓഷോ സംസാരിക്കുന്നു. പ്രൊഫസർക്ക് ഭയങ്കര അത്ഭുതമായി. സാധാരണ ഏറ്റവും അധികം എതിർത്തിരുന്ന ഒരു വിഷയമാണ് ഇസ്ലാം മതവും അതുപോലെയുള്ള കാര്യങ്ങളും. ആ വ്യക്തി ഉണ്ടെന്ന് പെട്ടെന്ന് നേരെ മറിച്ചു വന്നിരിക്കുന്നു. നോക്കും വീണ്ടും നിറച്ച ആൾക്കാരാണ്. കാരണം ഓഷോ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് അത്ഭുതമാണ്. പ്രൊഫസറും ചെയ്തു ഇതൊന്ന് കേൾക്കണമല്ല. അവിടെ ചെന്നപ്പോഴുണ്ട് മുഹമ്മദ് നബി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു. പുകഴ്ത്തി പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. പ്രൊഫസർ തിരക്കായിരുന്നെങ്കിലും പ്രൊഫസർ കരുതി ഇതൊന്ന് ഇവനൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഈ കേൾക്കുന്നവർക്ക് അറിയില്ല ഇവൻ പണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞതാണ്, ആ വ്യക്തിയാണ് ഇപ്പൊ ഇങ്ങനെ പറയണെന്നുള്ള അറിയില്ല. ഇന്ന് ഇവനെ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ പ്രൊഫസർ മീറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയത്? നീ പണ്ട് കൃഷ്ണന്റെ വലിയ ആരാധകനായിരുന്നു. ഓഷോ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് സംസാരിക്കും കൂടുതൽ. അതേസമയം കൃഷ്ണനെ പറ്റി സംസാരിക്കുന്നവരെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അവർക്കൊന്നും കൃഷ്ണനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ ക്രിട്ടിസിസം അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡാണ് ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോ ഒരാളെ കുറിച്ച് പുകഴ്ത്തിയാല് ആ ആളുടെ ഫോളോവേഴ്സ് കേട്ടിരിക്കും, പക്ഷെ അദ്ദേഹത്തിനെ എതിർക്കുന്നവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആ സമയം ഒരു ആളെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലോ ഫോളോവേഴ്സും കേട്ടിരിക്കും, അതിനെ എതിർക്കുന്നവരും കേട്ടിരിക്കും. അപ്പൊ ഓഷോട് ചോദിച്ചു, നീ എന്താണ്ട് ഇങ്ങനെ കാലു മാറിയെന്ന് ചോദിച്ചപ്പോ ഓഷോ പറഞ്ഞു, ഞാൻ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എന്തൊക്കെയാണോ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇപ്പൊ നബിയെ കുറിച്ചും പറഞ്ഞത്.
ആ പേരൊന്ന് മാറ്റിയെന്നുള്ളൂ. ആൾക്കാർക്ക് ഇങ്ങനെ പുകഴ്ത്തി പറയണം കേൾക്കണം. പറയുന്നത് എന്താണെന്നൊരു പ്രശ്നമില്ല, നമ്മുടെ ആളെ പുകഴ്ത്തി പറയണം, അത്രേ ഉള്ളൂ. ഇപ്പൊ കൃഷ്ണൻ ആ ഗുണുണ്ട് ഈ ഗുണമെന്ന് പറയുമ്പോ ഇത് ശരിക്കും അങ്ങനെ ഉണ്ടോ, എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരും നോക്കൂല, ആൾക്കാർ ഹാപ്പി ആയി. കൃഷ്ണനെ പറ്റി കുറ്റം പറഞ്ഞാലോ ഫോളോവേഴ്സിന് ഇഷ്ടാവില്ല. അതുപോലെ നബിയെ പറ്റി നല്ലത് പറഞ്ഞാൽ അത് എവിടുന്ന് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ചിന്തിക്കില്ല. കുറ്റം പറഞ്ഞാലോ അപ്പൊ പ്രശ്നമാവും. ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമെന്ന് തോന്നി. എന്താ കാരണം? ബുദ്ധൻ പറയുന്നത് പാലി ഭാഷയിലാണ്, സാധാരണക്കാരുടെ ഭാഷയിലാണ്. വേദത്തിൽ പറയുന്നത് സംസ്കൃതമാണ്. അങ്ങനെയാണ് ഈ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്തമായി തോന്നുന്നത്. അതിന്റെ ആന്തരാർത്ഥത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ പറയുന്നതും ഫസ്റ്റ് ടെസ്റ്റ്മെന്റിൽ പറയുന്നതും ഖുറാനിൽ പറയുന്നതും വേദങ്ങളിൽ പറയുന്നതും ഒന്നും വ്യത്യസ്തമല്ല. പക്ഷെ ആന്തരാർത്ഥത്തിലേക്ക് പോകാനുള്ള കഴിവുണ്ടാവണമെന്ന് മാത്രം. അതില്ലാത്തവർ ഇത് വ്യത്യസ്തമായി കരുതും. അപ്പൊ ബുദ്ധിസം സാങ്ക്യ ഫിലോസഫി ആയിട്ട് വളരെ അടുപ്പുണ്ട്. സാങ്ക്യ ഫിലോസഫി പറയുന്നത് ദുഃഖത്രയം എന്ന് പറഞ്ഞിട്ട് 3 തരം ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത് അഥവാ ലോകത്തുള്ളത്. ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. 3 തരം ദുഃഖങ്ങളുണ്ട്. ആധ്യാത്മിക ദുഃഖം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആണ് ഈ ആധ്യാത്മിക ദുഃഖത്തിന്റെ വേര്. നമ്മുടെ ശരീരം വളർന്ന് വളർന്ന് അത് കഴിയുമ്പോൾ അത് തളർന്ന് ജരാനരകൾ ബാധിച്ച് മരിക്കും. അത് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. ഇതുപോലെ തന്നെ മനസ്സ്, നല്ല നിഷ്കളങ്കമായ സന്തോഷമുള്ള ഒരു കുട്ടി അറിവ് വർദ്ധിക്കും തോറും അവൻ വളരാണ്. അതേസമയം സ്ട്രെസ്സും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മനസ്സും നശിക്കും. ഇതിന് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അത് ആരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? നമ്മുടെ മനസ്സ്. നമുക്ക് തന്നെ പറ്റുള്ളൂ, വേറൊരാൾക്കും സാധിക്കില്ല. ഒരു സൈക്കോളജിസ്റ്റിനും സാധിക്കില്ല. ഗുരുവിന് സാധിക്കും. എന്താ കാരണം? നമ്മുടെ മനസ്സ് ഗുരുവിന്റെ മനസ്സുമായി സിങ്ക്രണൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരാളെ ഗുരു എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇഫ് ഐ ആം ഹാപ്പി, ഇഫ് ഐ ഹാവ് എ solution for the human issues, if someone can harmonize with my mind, that person also getting the same attitude and same solution. So actually the guru is not solving our issues, but when I harmonize my mind with guru's mind, I am capable to deal with the issues. നമ്മുടെ കാറ് ബാറ്ററി ചാർജ് പോയാൽ നമ്മൾ എന്താ ചെയ്യുക? 2 വയറ് സംഘടിപ്പിച്ചിട്ട് റോട്ടിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഒന്ന് കൈയാട്ടി നിർത്തും. എന്നിട്ട് വളരെ വളരെ ഭവ്യതയോടു കൂടിയായിരിക്കും ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് നിങ്ങളുടെ വണ്ടി ഒന്ന് കൊണ്ടടുത്ത് കൊണ്ട് നിർത്തും. അതുവരെയുള്ള എല്ലാ അഹങ്കാരം പോയിട്ടുണ്ടായിരിക്കും. വളരെ ബഹുമാനത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവര് അടുത്ത് വന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ വേഗം കേബിൾ എടുത്ത് അവരെ കാറിലെ നമ്മുടെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിലോ വീണ്ടും കെഞ്ചും, പ്ലീസ് ഗുരു ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നമ്മൾ അറിയുന്നവരാണെങ്കിലോ അയ്യോ നിങ്ങൾ വേണ്ട, ഞാൻ ചെയ്തോളാം, നിങ്ങൾ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയാൽ മതി. നമ്മൾ ബോണറ്റ് തുറക്കലായി, വയറെടുക്കലായി, ഫിറ്റ് ചെയ്യലായി. അത് കഴിഞ്ഞ് അവർ പോകാൻ നേരത്തേക്ക് ബോണറ്റൊക്കെ അടച്ച് അവരെ കാറിൽ കയറ്റി ഡോറൊക്കെ അടച്ചു കൊടുത്ത് നന്ദി പറഞ്ഞു വിടും. അങ്ങനെ നമ്മുടെ ഇന്റലക്ട് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ ഗുരുവിന്റെ ഇന്റലക്റ്റുമായിട്ട് ഒരു കേബിൾ ഇട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയാറില്ല. എഡ്യൂക്കേഷൻ എന്നല്ല, നമ്മുടെ ഗുരുവിൽ നിന്ന് അറിവ് നേടുന്ന ആ വിദ്യ
വിളിക്കുന്ന പേര്. അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ വേരൂന്നിയിരിക്കുന്ന അസുഖങ്ങളാണ് ആധ്യാത്മിക ദുഃഖം. നമ്മൾ അറിവ് കേടുകൊണ്ട് 100 വയസ്സ് വന്നാൽ നമ്മൾ മരിക്കാറായിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ 50 വയസ്സിലും 70 വയസ്സിലും മരിക്കുന്നെന്നുകൊണ്ടാ നമ്മുടെ അറിവ് കേടുകൊണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടും ഒരു വർഷം ലോക്ക്ഡൌണിൽ ഇരുന്നാൽ പോലും നമുക്ക് സുഖമായി ജീവിക്കാനുള്ളത് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടും നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? നമ്മുടെ കഴിവ് കേടുകൊണ്ട്. അതാണ് ആധ്യാത്മിക ദുഃഖം. ഇനി ആദ്യ ഭൗതിക ദുഃഖം എന്താ? പുറമേൽ നിന്ന് നമ്മളുടെ ചുറ്റും നമ്മളിലേക്ക് വന്ന് നമ്മൾക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആദ്യ ഭൗതിക ദുഃഖങ്ങൾ. തെങ്ങിന്റെ അടിയിൽ ചെന്നിരുന്നാൽ നാളികേരം വീഴും, നമ്മുടെ തലമണ്ട പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തെക്കുറിച്ച്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ച് ആധുനിക കാലത്ത് കേരളത്തിൽ നിന്ന് ആരും പറയാതിരുന്നത്. കാരണം അത് മനസ്സിലാവുമ്പോഴേക്കും അവൻ തട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. ആപ്പിളാണ് വീണതെന്നുണ്ടെങ്കിൽ ബോധം വരും, നാളികേരം വീണാൽ ബോധം പോകും. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു, അവന് ബോധം ഉണ്ടായി. നമ്മുടെ തലയിൽ നാളികേരം വീണോണ്ട് ബോധം പോയി. അതേസമയം ഇതേ അറിവ് 10,000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തെങ്ങിന്റെ അടിയിൽ ചെന്ന് നിൽക്കില്ല, അല്ലെ? നാളികേരം തലയിൽ വീണ് സത്യത്തിൽ ആരും മരിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതേസമയം കേരളത്തില് ഓരോ വർഷം നാളികേരം തലയിൽ വീണ് ബോധം പോയിട്ടുള്ള ധാരാളം വിദേശികളുണ്ട്. കാരണം അവർക്കറിയില്ല തെങ്ങിന്റെ അടിയിൽ ചെന്ന് നിൽക്കരുതെന്ന്. അതുപോലെ ഒരു ആദ്യ ഭൗതിക ദുഃഖമാണ് കോവിഡ്. കാരണം പുറത്താണ്. ആരാണ്? ഈ കുഞ്ഞി ജീവി. അതിനെപ്പറ്റി അറിവില്ലാത്തവർ എന്തു ചെയ്യും? അതിനെപ്പറ്റി അറിവില്ലാത്തവർ അതിന്റെ മെക്കെട്ട് ചെന്ന് കയറി ഇങ്ങോട്ട് അപകടം ക്ഷണിച്ചു വരുത്തും. അറിവുള്ളവർ മാറി നിൽക്കും. പുറമെയാണ് കാരണം. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം. ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ആദ്യ ഭൗതിക ദുഃഖം. ഇനി ആദ്യ ദൈവിക ദുഃഖമുണ്ട്. ഇത് എവിടുന്നാ വരണേന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. പൂർണ്ണമായും പുറമേൽ നിന്ന് നമുക്ക് അത് എവിടുന്ന് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതാണ് ആദ്യ ദൈവിക ദുഃഖം. ഈ 3 തരം ദുഃഖങ്ങളുണ്ട്. ഈ 3 തരം ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് വിടുതി തരണം എന്നുള്ള അർത്ഥത്തിലാണ് ഓം ശാന്തി 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 എന്ന് പറയുന്നത്. 3 ശാന്തി പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിൽ വരണം. ഓം ശാന്തി, ആധ്യാത്മിക ദുഃഖത്തിൽ നിന്ന് ശാന്തി. ശാന്തി, ആദി ഭൗതിക ദുഃഖത്തിൽ നിന്ന് ശാന്തി. വീണ്ടും 3ാമത്തെ ശാന്തിയിൽ ആദി ദൈവിക ദുഃഖത്തിൽ നിന്ന് ശാന്തി. അതുപോലെ 3 ഗുണങ്ങൾ. ഈ പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതും വിശദീകരിച്ചിട്ടുള്ളത് സാങ്ക്യ ഫിലോസഫിയിലാണ്. ഞാനിപ്പോ സാങ്ക്യ ഫിലോസഫിയെ പറ്റിയാണ് പറയുന്നത്. സാങ്ക്യ ഫിലോസഫിയുടെ ഒറിജിനൽ സ്ക്രിപ്ചർ ഇന്ന് അവൈലബിൾ അല്ല. സാങ്ക്യ കാരിക എന്ന് പറഞ്ഞിട്ട് ആരാണ് അത് എഴുതിയിട്ടുള്ളത്? സാങ്ക്യ കാരിക ഒരു സാങ്ക്യ ഫിലോസഫിയെ കുറിച്ച് ഒരു കാരിക, ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, സാങ്ക്യ കാരിക എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ത്രിഗുണം അതിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. 3 തരം ദുഃഖങ്ങൾ അത് അതിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ,
ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല ദർശനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേദാന്തത്തെ അപേക്ഷിച്ച് ഒരു പ്രധാന വ്യത്യാസം സാങ്ക്യ ഫിലോസഫിക്കുള്ളത്, സാങ്ക്യ ഫിലോസഫിയിൽ രണ്ട് കാര്യങ്ങൾ ശാശ്വതമായിട്ടുണ്ട്. ഒന്ന് പുരുഷ, കോൺഷ്യസ്നസ്, മറ്റൊന്ന് പ്രകൃതി, മാറ്റർ. വേദാന്തത്തിൽ മായ എന്ന് പറയുന്നത് ശാശ്വതമല്ല. പ്രകൃതി ശാശ്വതമാണെങ്കിലും അതിനൊരു അസ്തിത്വമില്ല. കറണ്ട് ഇല്ലാത്തവന്റെ വീട്ടില് AC വാങ്ങി വെച്ച പോലെ ഇരിക്കും. കറണ്ട് ഉണ്ടെങ്കിൽ AC വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം സാങ്ക്യ ദർശനത്തിലെല്ലാം വേദാന്തത്തിൽ അക്സെപ്റ്റബിൾ ആണ്. ആ ഒരു കാര്യം ചെറിയൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ഒരിക്കലും വേദാന്തികൾ സാങ്ക്യ ഫിലോസഫിയെ തള്ളിപ്പറയാറില്ല. അവർ അതിലെ പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. വളരെ ഉയർന്ന അറിവിലെത്തുന്നവർ സാങ്ക്യ ഫിലോസഫിയെ കുറിച്ചോ വേദാന്തത്തെ കുറിച്ചോ കമ്പയർ ചെയ്യാൻ നിൽക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ളത് ആത്യന്തിക സത്യത്തിലെത്തുമ്പോൾ അതും ഇതും ശരിയാണ് എന്നാണ്. അത് നമുക്ക് ആ ലെവലിൽ എത്തുമ്പോൾ മാത്രമേ അവർ എന്തുദ്ദേശിച്ചെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് യോഗ ദർശനത്തെ കുറിച്ച് സംസാരിക്കാം. അടുത്ത തിയറി ക്ലാസ്സിൽ അഷ്ടാംഗ യോഗയെ കുറിച്ച് സംസാരിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു, അതിനന്ന് മറുപടി പറഞ്ഞു. പിന്നീടും അതേ ചോദ്യം വന്നു. എന്താണത്? തന്മാത്രകൾ ഏതിൽപ്പെട്ടതാണെന്നാണ്? അവിശേഷം. നമ്മുടെ ശരീരം വിശേഷവും തന്മാത്രകൾ, മനസ്സും പഞ്ചതന്മാത്രകളും അവിശേഷമാണെന്നുള്ളൊരു അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു വൈശേഷികത്തിലെ ആ വിശേഷത്തിൽ നിന്നാണ് ഇത് വന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇത് വന്നിട്ടുള്ള സാങ്ക്യ ഫിലോസഫി എന്നാണ്. അവിശേഷം വിശേഷം എന്നുള്ള ആ അപ്രോച്ച് അത് പിന്നീട് എടുത്തു പറഞ്ഞിട്ടുള്ളത് യോഗസൂത്രയിലാണ്, പതഞ്ജലിയുടെ. സാങ്ക്യ ഫിലോസഫിയിലെ കാര്യങ്ങൾ ആ ആംഗിളിലാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളതല്ല. വിശേഷം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഗുണമുണ്ട്. ഈ ഗുണങ്ങൾ പ്രകടമാകുന്നത് ഈ ഫിസിക്കൽ ടാഞ്ചിബിൾ വേൾഡിലാണ്. ഗ്രോസിഫിക്കേഷൻ സംഭവിച്ച, പഞ്ചീകരണം സംഭവിച്ച തലത്തിലുള്ള പഞ്ചഭൂതങ്ങൾ, മഹാപഞ്ചഭൂതങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം വിശേഷവും, എന്നാൽ നോൺ ടാഞ്ചിബിൾ ആയിട്ടുള്ള തലത്തിൽ ഉള്ള പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചവയെല്ലാം അവിശേഷവുമാണ്. അപ്പൊ നമ്മുടെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ അവിശേഷമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് തിരിച്ചറിയാവുന്ന വിശേഷപ്പെട്ട ഒന്നും അതിലില്ല. ഗുണങ്ങൾ പ്രകടമല്ല. ആ അവിശേഷം വിശേഷം എന്നുള്ള ആ ടേംസ് വരുന്നത് സാങ്ക്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് യോഗസൂത്രയിലും പറഞ്ഞിട്ടുണ്ട്. യോഗസൂത്രയിൽ ഇങ്ങനെ പറഞ്ഞില്ല, ഇന്നതെല്ലാം അവിശേഷം മറ്റേതെല്ലാം വിശേഷമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സാങ്ക്യ ഫിലോസഫി പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് സാങ്ക്യവും യോഗവും ഒരു പെയർ എന്ന് പറഞ്ഞ് ഒരുമിച്ച് പഠിക്കണം എന്ന് പറയുന്നത്.